എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ കുടംപുളി ഇട്ട് വെച്ച നല്ല നാടൻ ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായി ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഇടത്തരം ഇഞ്ചിയുടെ കഷ്ണം നീളത്തിൽ അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും 3-4 ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഇതൊന്ന് പകുതി വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 6 കാന്താരിമുളകിന് പകരം നമുക്ക് 3 പച്ചമുളകും ഉപയോഗിക്കാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറിയതിന് ശേഷം മസാല ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 കുടംപുളി കുതിർത്തത് അരമണിക്കൂറോളം കുതിർത്ത കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കഷ്ണം കുടംപുളി ആയാലും മതി. നല്ല പുളിയുള്ള കുടംപുളിയാണെങ്കിൽ 2 കഷ്ണം മതിയാവും. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 പിഞ്ച് ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ച് ഗ്രേവി നന്നായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. ഗ്രേവി ഏകദേശം 1/4 ഭാഗത്തോളം കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കറിയിൽ നമ്മൾ ഒട്ടും തന്നെ തക്കാളിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാത്തൊരു കറിയാണിത്. ചെമ്മീൻ ഗ്രേവിയിൽ കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കാനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ നിറമൊക്കെ മാറി ചെറിയ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്കിനി ഈ കടുക് വറുത്തത് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.